അപ്പൊ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന വിടാം. മാക്സിമം ഷെയർ ചെയ്ത് വിടാം. നാഷണൽ ഹൈവേയുടെ വെട്ടിച്ചിറ ടോൾ പ്ലാസ കട്ട് ചെയ്ത് പോവാട്ടോ. കോഴിക്കോടൊക്കെ പോകണമെങ്കിൽ ഏകദേശം 500 രൂപയോളം ടോൾ അടക്കണം. അപ്പൊ നമ്മൾ വളാഞ്ചേരിന്നേ നമ്മൾ വട്ടപ്പാലടി പാലത്തിന്റെ മുകൾക്കാണ് പോകുന്നത്. അപ്പൊ ഈ പാലാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സിറ്റ് കിട്ടും. കാടാമ്പുഴക്കുള്ള ഒരു എക്സിറ്റ് നമുക്ക് മുന്നിൽ കാണട്ടോ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോളാണ്. ഈ റോഡ് എക്സിറ്റ് എടുക്കുകയാണ്. കഞ്ഞിപ്പുരാറ് സ്ഥലത്ത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ കാണാം. നമ്മൾ എങ്ങോട്ടും തിരില്ല, നമ്മൾ നേരെ മുന്നോട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ കരിപ്പോള് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടോ? ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം. പുറത്തേക്കുള്ള ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് കറക്റ്റ് 4 റൈറ്റ് ആണ്. ഫസ്റ്റ് റൈറ്റ് ആട്ടത്. താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ്. ഇത് 2ാമത്തെ റൈറ്റ് കേട്ടോ. ഇത് 3ാമത്തെ റൈറ്റ് കേട്ടോ. 4ാമത്തെ റൈറ്റ് കേട്ടോ. അങ്ങനെ നമ്മളെ നാഷണൽ ഹൈവേ എത്തിട്ടോ. ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞാല് നമുക്ക് പാലത്തിന്റെ അടിയിൽ കൂടെ മുത്തന്താണി ചെന്ന് കയറാം. ഇങ്ങോട്ട് റൈറ്റ് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈവേക്ക് കയറാനുള്ള ഒരു വഴി കൂടി ഉണ്ട്. ഇതൊക്കെ കാണട്ടെ നമ്മുടെ ടോൾ പ്ലാസ. ടോൾ പ്ലാസയുടെ മുന്നിലായിട്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഹൈവേക്ക് നമുക്ക് എൻട്രി ഉണ്ട്. സാധാരണ സ്ഥലത്ത് എൻട്രി ഇല്ല, പക്ഷെ ഇവിടെ ഹൈവേക്ക് എൻട്രി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹൈവേക്ക് കയറിട്ടോ. 3.5 കിലോമീറ്റർ ആണ് നമ്മൾ ദൂരം എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ. ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചെറിയ ഓട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ ടോൾ കൊടുത്ത് പോകാറുണ്ടെങ്കിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം. മാക്സിമം ഷെയർ ചെയ്ത് വിടാം. ഓക്കെ, ബൈ.